കാനക്കോട് ഖബർ മിനിസ്ട്രീസിൻ്റെ ദിവ്യ സന്ദേശം തിരുവചന ധ്യാന പ്രോഗ്രാമിലേക്ക് വീണ്ടും വരുന്ന ക്രിസ്തുവിന്റെ നാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ടെന്ന പ്രഭാതത്തിൽ ധ്യാനിപ്പാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം യോനയുടെ പുസ്തകം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് യഹോവ ചോദിച്ചു. ഈ വചനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ വചനത്തിലൂടെ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുമാർ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി വ്യാപരിക്കുവാൻ ദൈവം കൃപ ചെയ്യണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ വായിച്ചു കേട്ട തിരുവചന സത്യം, നീ കോപിക്കുന്നത് വിഹിതമോ എന്ന് യഹോവ ചോദിച്ചു. ദൈവം ആ ചരിത്ര പുസ്തകം നാം പഠിക്കുമ്പോൾ യോനയെ ദൈവം നിയോഗിച്ച നിയോഗമല്ല യോന ചെയ്തത്. യോനയെ മര്യാദ പഠിപ്പിക്കുവാൻ ദൈവം അവിടെ ഒരു പദ്ധതി തയ്യാറാക്കുന്നതായി നമുക്ക് കാണുവാൻ തക്കൊണ്ട് സാധിക്കും. യോനയെ ദൈവം ഏൽപ്പിച്ച ദൗത്യം ചെയ്യാതെ വണ്ണം നീ മഹാനഗരമായ നിനവിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക, അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്ന് യഹോവയായ ദൈവം യോനയോട് ഏൽപ്പിച്ച ദൗത്യം ചെയ്യുവാൻ യോന തയ്യാറാകാതെ അവൻ പുറപ്പെട്ട് തർശീസിലേക്ക് ഓടിപ്പോയി. ആ ചരിത്രം നമുക്ക് ഏവർക്കും അറിവെന്നുള്ളതാണ്. ദൈവം അവിടെ എല്ലാം യോനയെ പഠിപ്പിക്കുവാൻ കപ്പൽ ഛേദമുണ്ടായി. അവൻ സഞ്ചരിക്കുന്ന കപ്പൽ മുങ്ങുവാറായി. അവരെ എടുത്ത് ആ കൂടെയുള്ളവർ കടലിലേക്ക് എറിയുവാൻ താൻ തന്നെ പ്രഖ്യാപിക്കുന്നു. അപ്രകാരം ആയിരുന്നു ദൈവം യോനയെ കരയിൽ എത്തിക്കുവാൻ തക്കവണ്ണം ഒരു മഹാമത്സ്യത്തെ തന്നെ ഇവിടെ കൽപ്പിച്ചുണ്ടാക്കി. യോനയെ വിഴുങ്ങി 3 ദിവസം ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് അയ്യം വിളിച്ചു. ആ അയ്യം വിളിച്ചിട്ട് ആ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് ആ മത്സ്യം യോനയെ കരയിൽ എത്തിക്കുവാനിടയായി. ശേഷം യോനയ്ക്കുണ്ടായ പ്രതികൂലത്തിൻ്റെ നടുവിൽ യോനയ്ക്ക് ഒരാശ്വാസം പകരുവാൻ ദൈവം ഒരു തണൽ ഉണ്ടാക്കുവാനിടയായി. എന്നാൽ അത് തന്നെ നഷ്ടമായപ്പോൾ യോന വീണ്ടും കോപിക്കുവാനിടയെ തനിക്കൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയെന്ന് യോന ചിന്തിക്കുന്നതായിട്ട് കാണുവാൻ തക്കൊണ്ട് സാധിക്കും. ആ സമയത്താണ് ദൈവം യോനയോട് ചോദിക്കുന്നത്, നീ കോപിക്കുന്നത് വിഹിതമോ? കോപമെന്ന് പറയുന്ന ഇത് മനുഷ്യ ജീവിതത്തിൽ കടന്നു പിടിക്കാവുന്ന ഏറ്റവും വലിയ പ്രതികൂലമാണ്. ഈ കോപം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ കോപത്താൽ പ്രവർത്തിക്കുന്ന ആളിനും അത് ഏറ്റുവാങ്ങുന്ന ആളിനും ഒരുപോലെ ദോഷകരമായ ഒരു പ്രവൃത്തിയാണ് കോപിക്കുക എന്നുള്ളത്. അത് മുൻകോപമായാൽ ഇരട്ടി ദോഷം ചെയ്യും. കോപത്തിൻ്റെ ദൂഷ്യ വശങ്ങളെക്കുറിച്ച് വിശുദ്ധ
വിശുദ്ധ വേദപുസ്തകം തന്നെ പഠിപ്പിക്കുന്ന സങ്കീർത്തനക്കാരൻ ദാവീദ് ഒരു ഭാഗത്തിൽ പറയുന്ന കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കാം, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കാം. കോപത്തെ കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക. ഈ കോപം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെയുള്ള ഉറ്റ മിത്രമാണ് ക്രോധം. കോപം വരുമ്പോൾ ക്രോധം കയറി പിടിക്കുവാനിടയാവും. അപ്പം അത് ഉപേക്ഷിക്കുക, അതിനെ ഉപേക്ഷിക്കണമെങ്കിൽ കോപം വരാതിരിക്കണം. മൃദുവായ ഉത്തരം ക്രോധത്തെ നശിപ്പിക്കുന്നു, ശമിപ്പിക്കുന്നു, ക്രോധത്തെ ഉപേക്ഷിക്കാനിടയാക്കുന്നു എന്നൊക്കെ തിരുവചന സത്യം പഠിപ്പിക്കുന്നു. ഇവിടെ പറയുന്നത് കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. സകലവിധ ദോഷത്തിനും കോപം കാരണമാണെന്ന്, കോപത്തിൻ്റെ പരിണിത ഫലം തന്നെ ദോഷമാണെന്ന് സങ്കീർത്തനക്കാരൻ അവിടെ പറയുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. കോപത്തെ ശമിപ്പിക്കുവാൻ മൃദുവായ ഉത്തരം, ദൈവത്തിൻ്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വചനത്തിലൂടെ നാം മനസ്സിലാക്കുമ്പോൾ മൃദുവായ ഉത്തരത്തിന് ക്രോധത്തെ ശമിപ്പിക്കുവാനുള്ള ശക്തിയുണ്ട്. എന്നാൽ കഠിന വാക്ക് കോപത്തെ ജ്വലിപ്പിക്കുക തന്നെ ചെയ്യും. പലപ്പോഴും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇപ്രകാരം ഉണ്ടാകുന്ന അവസ്ഥകളെ നാം ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കും. കോപിച്ച് പാപം ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിനെന്ന് വചനം പഠിപ്പിക്കുന്നു. കോപിക്കുന്നത് പാപമാണ്. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വച്ചുകൊണ്ടിരിക്കരുത്. ഈ കോപത്താൽ ഉണ്ടാകുന്ന ദൂഷ്യങ്ങളെ അല്ലെങ്കിൽ പ്രതിസന്ധികളെ വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് അത് കടന്നു പിടിച്ചിട്ട് നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ കോപിക്കുന്നത് വിഹിതമോ എന്ന് ദൈവം ചോദിക്കുന്നത് പോലെ കോപത്താൽ വിഹിതമായ ഒന്നും തന്നെ പ്രാപിക്കുവാൻ കഴിയാതെ വണ്ണം അതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയാതെ വണ്ണം കോപത്താൽ പലവിധമായ പ്രതിസന്ധികളിലേക്ക് നാം ചെന്ന് പെടുവാൻ ഇടയാകുന്നു. അതിൻ്റെ പരിണിത ഫലമെന്ന് പറയുന്നത് ദോഷം തന്നെ എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ദൈവത്തിൻ്റെ കോപം, അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയിങ്കൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷതിങ്കലോ ആനന്ദഘോഷം വരുന്നു എന്ന് സങ്കീർത്തനക്കാരൻ 30-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ നമ്മെ പഠിപ്പിക്കുന്നതായി കാണുവാൻ കൊണ്ട് സാധിക്കും. അത് ദൈവത്തിൻ്റെ കോപം ക്ഷണനേരത്തേക്ക്, എന്നാൽ ദൈവത്തിൻ്റെ പ്രസാദം ജീവപര്യന്തം നമ്മിൽ പകർന്നുകൊണ്ട് ദൈവം നമ്മെ പരിപാലിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതാണ് അവിടെ പറയുന്നത്, സന്ധ്യയിങ്കൽ കരച്ചിൽ വന്ന് രാവാർക്കും ഉഷസിങ്കലോ ആനന്ദഘോഷം വരുന്നു എന്നതുപോലെ ദൈവം തൻ്റെ മക്കൾക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു ബന്ധാവാണെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നല്ലത് ഭവിക്കുന്നു, നല്ല പ്രവൃത്തികൾ നാം ചെയ്യുന്നു. എന്നാൽ തീയതായ പ്രവൃത്തികൾ ചെയ്യുവാൻ ഈ കോപത്താൽ ഇടവരുമ്പോഴും നല്ലതിനോട് പറ്റിച്ചേരുവാൻ നാം ശ്രമിക്കണം. നല്ലത് നമ്മുടെ ജീവിതത്തിൽ അണവറ്റി ഒഴുകുവാൻ തക്കവണ്ണം ദൈവം സകല ഉറവുകളെ തുറന്ന് നമ്മെ മാനിക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുന്ന നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ ഒരു ദൈവിക വിടുതൽ തുടർന്നിനെ പ്രാപിക്കുവാൻ കഴിയാതെ വണ്ണം പലപ്പോഴും ദൈവത്തോട് തന്നെ കോപിക്കുകയും പിറുപിറുക്കുകയും ചെയ്യുന്ന അവസ്ഥ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു പിടിക്കാറുണ്ട്. യോബിൻ്റെ പുസ്തകം തന്നെ 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ അവളോട് ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. ഈ ചരിത്രം നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. ആ ഇയ്യോബിൻ്റെ കഷ്ടതയുടെ സമയത്ത് ദൈവത്തിനെതിരെ ഒരു കോപിക്കുവാൻ ഇയ്യോബ് തയ്യാറായില്ല. ഇയ്യോബ് തൻ്റെ കഷ്ടതയുടെ നടുവിലും താൻ ചിന്തിക്കുന്നത് തൻ്റെ കൂടെയുള്ള തൻ്റെ ഭാര്യ പറയുന്നത് നീ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ത്യജിച്ചു കളയാ, ഇനി നീ നിന്റെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ എന്ന ചോദ്യത്തിന് ഇയ്യോബ് പറയുന്ന മറുപടിയാണ് നാം വായിച്ചു കേട്ടത്. ഇയ്യോബ് തൻ്റെ ഭാര്യയോട് പറയുന്ന മറുപടി, അവളോട് ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു. ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദിനം പ്രതി പകർന്ന് നമ്മെ മാനിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ക്ഷണനേരത്തേക്കുള്ള കഷ്ടതയുടെ നടുവിൽ നാം ദൈവത്തിന് വിരോധമായി പിറുപിറുക്കുകയോ കോപിക്കുകയോ നമ്മുടെ അതരത്തിൽ നിന്നും ദൈവത്തിന് നിരക്കാത്ത, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വാക്കുകൾ പുറപ്പെടുവിക്കുകയോ ചെയ്യരുതെന്ന് യോബിൻ്റെ ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. യോബിന് പറയുവാനുള്ളത്, നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഒന്നാമതായി ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു. ദൈവം സകല അനുഗ്രഹങ്ങളും ഇയ്യോബിന് കൊടുക്കുവാനിടയായി. ആ നന്മ മുഴുവൻ ദൈവത്തിൽ നിന്ന് കൈക്കൊണ്ടു, താൻ അനുഭവിച്ചു. അങ്ങനെയാണെങ്കിൽ ഇയ്യോബിൻ്റെ ചോദ്യം, നന്മ കൈക്കൊണ്ടതുപോലെ തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. കോപിക്കുന്നത് വിഹിതമോ? ഇയ്യോബ് ഇതിലൊന്നിലും പാപം ചെയ്യാതെ വണ്ണം തൻ്റെ ഭാര്യ പറഞ്ഞ വാക്കിനാൽ ദൈവത്തിന് വിരോധമായി ഒരു വാക്ക് പോലും ഉരുവിടാതെ വണ്ണം തൻ്റെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. തൻ്റെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു. തൻ്റെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് തിരുവചനം പറയുന്ന പോലെ ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. എന്നാൽ തൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ടുകൊണ്ട് തൻ്റെ അധരത്തിൽ നിന്ന് ദൈവത്തിന് വിരോധമായി ഒരു വാക്ക് പുറപ്പെട്ടുവെങ്കിൽ ഇയ്യോബ് പറയുന്നത് അത് പാപമാണ്. അതാണ് ഇയ്യോബ് ഇതിലൊന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം, നമ്മെ നിത്യം പരിപാലിക്കുന്ന ദൈവം, സകലതും തന്ന് നമ്മെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം, ആർത്തിയുള്ളവനെ തൃപ്തി വരുത്തുന്ന ദൈവം, ദൈവത്തിൻ്റെ സന്നിധി നാം മുട്ടുകളുണ്ടാക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ സകലതും നമുക്കായി ഒരുക്കുന്ന ദൈവം, ആ ദൈവം നമ്മെ ദിനം പ്രതി പരിപാലിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ പൊടുന്നനെ കടന്നു വരുന്ന ചില കഷ്ടതയുടെയും രോഗത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും നടുവിൽ
നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ നാം പറയുന്ന പോലെ അധരങ്ങളാൽ പാപം ചെയ്യുവാനിട വരരുത്. കാരണം നന്മ ദൈവത്തിൽ നിന്ന് കൈക്കൊള്ളുന്നുവെങ്കിൽ തിന്മയും ഒരു തിന്മ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ മുട്ടുകളെ മടക്കുവാനല്ലാതെ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാനല്ലാതെ, നാം മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുവാനല്ലാതെ മറ്റൊന്നും ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയില്ല. ഇടപെടാതെ പ്രാർത്ഥിപ്പൻ, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പൻ. പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും പ്രാപിപ്പിക്കുവാൻ തക്കണം കാരണം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇയ്യോബ് തന്നെ തള്ളിപ്പറഞ്ഞ തൻ്റെ എതിരാളികളായ ദൈവത്തിൻ്റെ സന്നിധി തൻ്റെ വിശ്വാസം മുറുകെപ്പിടിച്ചുകൊണ്ടായിരുന്ന താൻ എപ്രകാരം വിടുതൽ പ്രാപിക്കാനിടയായി. തനിക്ക് വിരോധമായി തന്നോട് സംസാരിച്ച തൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇയ്യോബ് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ അവസ്ഥയ്ക്ക് ഭേദം വന്നു. നാം വിശ്വാസത്താൽ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുവാൻ തക്കവണ്ണം ഒരു വിശ്വസ്ത ഭടനായി കർത്താവിൻ്റെ സന്നിധിയിൽ പറ്റിച്ചേർന്നുകൊണ്ട് വിടുതൽ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസിയായി നാം ആയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സർവശക്തനായ ദൈവം നമ്മെ വിടുവിക്കുക തന്നെ ചെയ്യും. ചില നിസാര കാര്യാചരണ നടുവിൽ കോപം കടന്നു വരുമ്പോൾ സരസ്വങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത്, മുൻകോപി ഭോഷത്വം പ്രവർത്തിക്കുന്നു, ദുരുവായി ദേഷിക്കപ്പെടുന്നു. അതാണ് കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുത്. അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. നാം കോപിച്ചിട്ടൊരു ദോഷം നമ്മുടെ ജീവിതത്തെ കടന്നു പിടിച്ച് ദൈവിക കൃപകൾ പ്രാപിക്കുവാൻ കഴിയാതെ ദൈവം നമ്മെ ഉപേക്ഷിക്കുവാനിട വരാതെ ദൈവിക കൃപയ്ക്കുള്ളിൽ പരിപാലിക്കപ്പെടുവാൻ സർവശക്തനായ ദൈവത്തിൻ്റെ തൃപ്പാദത്തിൽ നമിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, മുട്ടുകളെ മടക്കാം. സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. ഈ തിരുവചന ധ്യാനത്തിലൂടെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഏവർക്കും തങ്ങളുടെ വിഷയങ്ങളുടെ നടുവിൽ ദൈവം അത്ഭുതങ്ങളും വിടുതലുകളും പകരണം എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം ദൈവമോട് യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ.